ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ലോഗാണ്. ഞാൻ ജർമ്മനാണ് കേട്ടോ പഠിക്കുന്നത്. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 4:40 പിന്നെ വന്നു കഴിഞ്ഞ് ഉടനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ഹെയർ കെയർ ഐറ്റമാണ്. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ്. ഇതിന് ശേഷം ഞാനാണെങ്കിൽ ട്യൂഷൻ എടുത്തു. ഒരു 6:45 വരെ ട്യൂഷൻ എടുത്തു. അതിനുശേഷം നമ്മൾ റീലിലൊക്കെ കാണുന്ന പോലെ പേരയ്ക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് ഞാൻ തേച്ച് കഴിച്ചു കേട്ടോ. ശേഷം കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ പഠിക്കാനിരുന്നത്. ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഗായ്സ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടോ. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഇത് പഠിക്കാനിരുന്നു. കുറേ ലേറ്റായിട്ടാണ് കേട്ടോ പഠിക്കാനിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പ്ലാനർ എഴുതുകയാണ് കേട്ടോ ചെയ്തത്. ഞാനൊരു മന്ത്ലി പ്ലാനർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഞാൻ എൻ്റെ ഓരോ ഡെയിലി നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. അടുത്ത മന്ത് പ്ലാനർ ഉണ്ടാക്കുമ്പം ഞാനത് ഷെയർ ആക്കാം കേട്ടോ, എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയാണ് കേട്ടോ ഓരോ ടാസ്കും ചെയ്യുന്നത്. എന്നിട്ട് ആ ടാസ്കുകളൊക്കെ കഴിയുമ്പോൾ എന്നിട്ട് അതിങ്ങനെ വെട്ടി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എന്നിട്ട് ഞാൻ പഠിക്കാനെടുത്തു. ഫസ്റ്റ് തന്നെ എനിക്കൊരു ഹോം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ടാക്കിയത്. അത് കുറച്ച് വായിച്ചിട്ടൊക്കെ ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിരുത്തൊന്ന് വായിച്ച് അതിൻ്റെ ആൻസർ ചെയ്യാൻ കേട്ടോ. ഹോംവർക്കൊക്കെ ചെയ്തതിന് ശേഷം എനിക്കൊരു ഗ്രാമർ ഭാഗത്ത് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ക്ലാസ് നോക്കി ആ ഡൗട്ട് തീർക്കുകയാണ് കേട്ടോ. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആ ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇന്നലെ എനിക്കൊരു ഗ്രാമർ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ആയിരുന്നു പോയത്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറേയൊക്കെ തെറ്റിയായിരുന്നു. പിന്നെയും ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് പിന്നെ ഞാൻ ആൻസർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ പിന്നെ ഞാൻ എഴുതി നോക്കുകയാണ്. അപ്പോഴെന്തേ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പഠിച്ച് അതിനുശേഷം ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച ഗ്രാമർ പഠിക്കുകയാണ് കേട്ടോ. B1 ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് നല്ല കഷ്ടപ്പാടുണ്ട്. നമുക്ക് അത്ര എളുപ്പത്തിലൊന്നും പഠിക്കാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ ഓരോ കോൺസെപ്റ്റും മൈൻഡിലോട്ട് കയറ്റുന്നത്. എനിക്ക് എത്രയൊക്കെ പഠിച്ചാലും പിന്നെയും ഡൗട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ടു ഡു ലിസ്റ്റ് ഇങ്ങനെ കീറിക്കളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ഗ്രാമർ ഭയങ്കര ടഫാണെന്ന്. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരാളെ പഠിപ്പിക്കുകയാണെന്നുള്ള രീതിയിൽ ഞാൻ സ്വയം ഇങ്ങനെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഡെയിലി ഒരു 35-40 വേർഡ്സൊക്കെ ഡെയിലി ഞങ്ങൾക്ക് പഠിക്കാൻ മിസ്സ് തരാറുണ്ട്. ഈ വൊക്കാബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടഫായിട്ടുള്ള വൊക്കാബ്സാണ് കേട്ടോ. ഇച്ചിരി കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ ഈസി ആയിട്ടുള്ളത്. കൂടുതലും ടഫായിട്ടുള്ള വലിയ വാക്കുകളാണ്. അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇതാണ്. എനിക്ക് അത്യാവശ്യം പാടുണ്ട്. പക്ഷെ ഞാനതിലിങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല, അതിനുള്ള ടൈമും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ടൈം കിട്ടുമ്പം അടുത്ത വീഡിയോയിലായിട്ട് ഞാനത് ഷെയർ ആക്കാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ജർമ്മനെ പറ്റിയിട്ടുള്ള സ്റ്റഡി വ്ലോഗുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് എല്ലാം കഴിഞ്ഞു. 10 മണിയായപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.